ചോദ്യം വായിക്കുക. ഒരു ക്ലാസ്സിലെ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും എണ്ണം 1:3 എന്ന അംശബന്ധത്തിലാണ്. 8 പെൺകുട്ടികൾ മാത്രം വരാതിരുന്ന ദിവസം ആൺകുട്ടികളുടെ എണ്ണത്തിൻ്റെ ഇരട്ടി പെൺകുട്ടികൾ ഉണ്ടായിരുന്നു എങ്കിൽ ക്ലാസ്സിലെ ആകെ കുട്ടികളുടെ എണ്ണം എത്ര? ഇവിടെ ആദ്യം പറഞ്ഞിരിക്കുന്നത് ബോയ്സിൻ്റെയും ഗേൾസിൻ്റെയും ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും അംശബന്ധമാണ്. അതെങ്ങനെയാണ്? ബോയ്സ് ഗേൾസ് അല്ലേ, ഈക്വൽ ടു എത്ര? 1:3 എന്നാണ്. നമുക്ക് വേണമെങ്കിൽ ബോയ്സിനെ 1x എന്നെടുക്കാൻ, നമ്മൾ പണ്ട് പഠിച്ച പോലെയൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകാനായിട്ട്. ഗേൾസിന് വേണമെങ്കിൽ 3 ആയതുകൊണ്ട് 3x എന്നെടുക്കാം. അംശബന്ധത്തിൽ കിടക്കുന്ന സംഖ്യ വെച്ചിട്ട് 1x എന്ന് വെച്ചാൽ x എന്നാണ് അർത്ഥം കേട്ടോ. ഇനി എന്താണ് പറഞ്ഞിരിക്കുന്നത്? അപ്പം ഇപ്പം 1x ആൺകുട്ടികളുണ്ട്, 3x പെൺകുട്ടികളുണ്ട്. ഇനി എന്താണ് പറഞ്ഞിരിക്കുന്നത്? 8 പെൺകുട്ടികൾ മാത്രം വരാതിരുന്ന ദിവസം എന്ന് വെച്ചാൽ 3x പെൺകുട്ടികൾ ഉണ്ടായിരുന്നു ക്ലാസ്സിൽ, 8 പേർ വന്നില്ല എന്ന് വെച്ചാൽ 8 പേരെ കുറക്കണം. ആ ദിവസം എന്താണ് സംഭവം? ആ 8 പെൺകുട്ടികൾ മാത്രം വരാതിരുന്ന ദിവസം ആൺകുട്ടികളുടെ എണ്ണത്തിൻ്റെ ഇരട്ടി പെൺകുട്ടികൾ ഉണ്ടായിരുന്നു. കിട്ടിയോ? ആൺകുട്ടികളുടെ എണ്ണം എത്ര? 1x അല്ലേ? അതിൻ്റെ ഇരട്ടിയാണ് പെൺകുട്ടികളുടെ എണ്ണം. കണ്ടോ? അപ്പോൾ 3x - 8 എന്ന് വെച്ചാൽ 2 × 1x അഥവാ 2x. ഇത് 8 പെൺകുട്ടികൾ വരാതിരുന്ന സമയത്ത് കണക്ക്. ഇത് ആൺകുട്ടികൾ 1x ആയിരുന്നു, അവരുടെ ഇരട്ടി ഉണ്ട് എന്ന് പറഞ്ഞതാണ് 2 കൊണ്ട് ഗുണിച്ചത്. അപ്പോൾ നമുക്ക് ഇയാളെ സിംപ്ലിഫൈ ചെയ്താൽ മതി. എന്താ? 3x - 8 എന്ന് വെച്ചാൽ എത്രയാ? 2x എന്നാണ്. എക്സ് എല്ലാം ഒരു സ്ഥലത്തുണ്ട്. ഇവിടെ 3x ഉണ്ട്. ഈ +2x ഇങ്ങോട്ട് വരുമ്പോൾ -2x, ഈ -8 അങ്ങോട്ട് പോകുമ്പോൾ +8. നമുക്ക് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എക്സിൻ്റെ വില എത്ര കിട്ടി? എക്സിൻ്റെ വില 8 എന്ന് കിട്ടി. ഇനി നമുക്ക് എന്താണ് ആൺകുട്ടികളുടെ പെൺകുട്ടികളുടെ എണ്ണമൊക്കെ പറയാം. എത്രയാണ്? 1:3 ആണ്. അപ്പോൾ ആൺകുട്ടികളുടെ എണ്ണം ചോദിക്കാനാണെങ്കിൽ എങ്ങനെ പറയും? ആൺകുട്ടികളുടെ എണ്ണമാണെങ്കിൽ 1 × 8, 1x എന്നല്ലേ. അപ്പം പെൺകുട്ടികളുടെ എണ്ണമാണ് ചോദ്യമെങ്കിലോ 3 × 8 എത്രയാണ്? 24. ഇനി ആകെ എത്ര പേരുണ്ടെന്ന് ചോദിച്ചാൽ എന്ത് പറയാം? ടോട്ടൽ 8 + 24 എത്ര പേര്? 32 പേരുണ്ട്. അപ്പോൾ 32 ആണ് നമ്മുടെ ആൻസർ. നമ്മുടെ സി ആണ് നമ്മുടെ ആൻസർ. സി.